ഹേയ് നൻപ, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ള കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും, എന്ത് ടൈപ്പ് വീഡിയോ കണ്ടൻസ് ആയിരിക്കും ഈ യൂട്യൂബ് ചാനലിൽ വരിക എന്നുള്ളത്. ആദ്യം തന്നെ ഒരു കാർ വീഡിയോ ഇട്ട് തുടങ്ങണമെന്നായിരുന്നു, ബട്ട് അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. കേരളത്തിൽ നിന്ന് കുറേ അധികം സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അവരെപ്പോലെ ഒരു സ്റ്റുഡൻ്റാണ് ഞാനും. ഞാൻ ഇന്ന് കൊച്ചിയിൽ നിന്നും പാരീസിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ട്രാവലിംഗ് വീഡിയോ ആയിരിക്കും ഇത്. ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ വീഡിയോ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്കിത് ഉപയോഗപ്പെടും. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. ഇനി അവരോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറുക. ഇനി അവിടെ ചെന്നിട്ട് ടിക്കറ്റും പാസ്പോർട്ടും കാണിക്കണമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. അകത്തേക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടുണ്ട്, ജിതിൻ. അവന് ഞാൻ ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ബാഗേജ് റാപ്പ് ചെയ്യാതെ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാത്തവർ വീട്ടിൽ നിന്ന് ബാഗേജ് റാപ്പ് ചെയ്തിട്ട് വരിക. പിന്നെ ഇതിന് പുറമെ VFS വീഡിയോ, ക്യാമ്പസ് പ്ലാൻസ് വീഡിയോ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഫസ്റ്റിൽ ഇടുന്നത്. അങ്ങനെ ബാഗേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. വിസ്താരയുടെ ആപ്പിൽ കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്തു. അപ്പം ജസ്റ്റ് ബാഗേജ് മാത്രം കൊടുത്താൽ മതി. ജിതിനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ വിസ്താരയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഏത് കൗണ്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുക. പിന്നെ ചെക്ക് ഇൻ ചെയ്യാത്തവർക്കാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ബാഗേജ് കൊടുക്കുക, ടിക്കറ്റ് മേടിക്കുക, പോവുക. പിന്നെ ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. അങ്ങനെ ടിക്കറ്റ് മേടിച്ചു, ബാഗേജ് കൊടുത്തു, ചേച്ചിക്ക് ട്രോളിയും കൊടുത്തു. അങ്ങനെ നമ്മളോട് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു 4ാമത്തെ ഗേറ്റിലേക്ക് പോകാൻ. അപ്പം അതെവിടെയാണെന്നും അറിയില്ല. കാരണം എൻ്റെയും ജിതിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണിത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് മാത്രമല്ല, ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും എസ്കലേറ്റർ കയറി പോകുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ പോകാമെന്ന് വെച്ചു. എന്തായാലും കയറി നോക്കട്ടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. നിങ്ങൾ കണ്ട് കാണും ഞാൻ എളുപ്പം ഫോൺ മാറ്റിയത്. കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പം ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, മൊബൈൽ മാറ്റി വെക്ക്. അങ്ങനെ അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി ഓഫീസർ നമുക്ക് ഗേറ്റ് നമ്പർ 4 പറഞ്ഞു തന്നു. ബട്ട് നമ്മൾ വേറെ സ്ഥലത്താണ് ചെന്നത്. പിന്നെ വേറെ ആൾ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 4-ലെത്തി. നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 30 മിനിറ്റും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ കയറാം. അങ്ങനെ ഞങ്ങളെ വിളിച്ചു. നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു, അകത്തേക്ക് പോവാണ്. ഇവിടെ ഇൻഡിഗോയുടെ വേറെ ഫ്ലൈറ്റ് കിടക്കുന്നത് കാണാം. വിസ്താര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്ലൈറ്റ്. അപ്പം അകത്തേക്ക് കയറി. ഇതിനാണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കയറുന്നു, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉള്ളിൽ കയറി. സൈഡിൽ നിന്നാണെങ്കിൽ ഒരു ആൻറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. പിന്നെ സീറ്റ് കിട്ടി. ജിതിനാണെങ്കിൽ സൈഡ് സീറ്റ് എടുത്തു, ഞാനാണെങ്കിൽ ഇപ്പുറത്തെ സീറ്റും. കണ്ണാടിക്കൂടെ ഒന്നും കാണാനും പറ്റുന്നില്ല. Your closest emergency exit may be behind you. During evacuation, for your you have stepped onto the wing. Thank you. DVO is set to know all times in flight mode. However, for your safety and the safety of those around you, Vistara does not permit the use of large electronic equipment such as laptop, full-size e-readers and tablets during takeoff and landing. After takeoff, you may use sign is turned off. As we prepare to take off, please ensure that your hand baggage is stored in the overhead bins or under the seat in front of you. The seat belt is fastened, tray table is stowed, seat back is upright and the window shades are open. അങ്ങനെ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിർത്തിയപ്പം ബാഗേജ് എടുക്കുന്ന ആൾക്കാർ വന്നു. കുഴപ്പമില്ല, അവർ കെയർഫുള്ളായിട്ടാണ് ഇടുന്നത്. ചില പെട്ടികൾ മാത്രം, ബാക്കിയുള്ളതൊക്കെ എടുത്ത് എറിയുന്നുമുണ്ട്. അപ്പോൾ നോക്കുക. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് 1.5 മണിക്കൂറോളം ലേ ഓവർ ടൈം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ എത്തിയാൽ മതി. അപ്പം എവിടെ വെയിറ്റ് ചെയ്യേണ്ടത്, എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെയും എമിഗ്രേഷൻ ചെക്കപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും പോയി നോക്കാം. നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഞങ്ങളുടെ കൂടെ വന്ന് ആരും കാണുന്നില്ല.
കാരണം ഞങ്ങൾ ആണ് ലാസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങോട്ട് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഇവിടെ 2 ബോർഡ് കാണുന്നുണ്ട്. ട്രാൻസ്ഫർ. ഓക്കെ, ഇവിടെ ആരുമില്ല. ഓക്കെ, ഇവിടെ ആളെ കണ്ടു. ഇപ്പം ട്രാൻസ്ഫറിലോട്ട് ആരും പോകണ്ട, കാരണം അവിടെ ആരും കണ്ടില്ല ഞങ്ങൾ ഇപ്പം വന്ന സമയത്ത്. അങ്ങനെ നമുക്കൊരു സെക്യൂരിറ്റി ഓഫീസറിനെ വീണ്ടും കിട്ടി. അദ്ദേഹം ഇങ്ങനെ വഴി പറഞ്ഞു തന്നു. ഇൻ്റർനാഷണൽ ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ഇതുവഴി പോയാൽ മതിയെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കിയുള്ളവരും ഉണ്ട്, നമ്മുടെ കൂടെ വന്നവരാണ് തോന്നുന്നു. അങ്ങനെ താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഈ സൈഡിലൊരു ബോർഡ് കാണുന്നുണ്ട്, T1 T2 എന്താണെന്നറിയില്ല. അപ്പോൾ അടുത്ത എമിഗ്രേഷന് നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഡൊമസ്റ്റിക് ടു ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ. ഇപ്പോൾ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. നൻപ വീണ്ടും പൊക്കി വീഡിയോ എടുത്തതിന്. അങ്ങനെ എങ്ങോട്ടാ പോകേണ്ട അറിയത്തില്ല, 2 വഴി കണ്ടു. അവിടെ ഒരു നമുക്ക് ഗേറ്റ് കാണുന്നുണ്ട്, അപ്പം അതുവഴിയാണ്. അപ്പോൾ ഇവിടെ 1 to 26 കണ്ടു. നമുക്ക് ഗേറ്റ് നമ്പർ 12ലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടോട്ട് കയറിയിട്ടുണ്ട്. വേറെ സ്ഥലമാണ്, കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ ഇങ്ങനെ ഗേറ്റ് കാണുന്നുണ്ട്. അത് 1 to 26, യെസ് അത് തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടേൺ ചെയ്തു. നമുക്ക് വീണ്ടും 1 to 14 കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടക്കുവാണ്. അങ്ങനെ ഇവിടെ കുറേ നടക്കണം, ഇതിപ്പം കുറേ ആയി എത്തുന്നില്ല. പിന്നെ ഇൻ്റർനാഷണൽ സിം റോമിങ് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി. നമുക്കിവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പം 4ാമത്തെ ഗേറ്റ് എത്തിയതേ ഉള്ളൂ. നമുക്കിനി ഇവിടെ നിന്ന് പോകണം. പിന്നെ 12ാമത്തെ ഗേറ്റ് വരെ പോകണം. അങ്ങനെ ഞങ്ങൾ 8ാമത്തെ ഗേറ്റ് എത്തി. ഇനി ഇവിടെ നിന്നും പോകണം. 9, അങ്ങനെ 9, അങ്ങനെ 10. അങ്ങനെ നമ്മൾ 12ാമത്തെ ഗേറ്റ് കണ്ടുപിടിച്ചു. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അവിടെ ആരെയും കാണുന്നില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഒരു കാർഡും ഒരു ഫ്ലവറും. കാരണം ഞങ്ങൾ വാലൻറ്റൈൻസ് ഡേയുടെ അന്നാണ് ഫ്ലൈറ്റ്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. പിന്നെ ഫ്ലവർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കോളിലാണ്, നമ്മൾ ലേറ്റ് ആയിരുന്നു. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നടക്കാനുള്ളതാണെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഓവർ ടൈം അല്ല കേട്ടോ, നടന്നു വരാനുള്ള ടൈമാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ്. ജിതിനാണ് എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ലഗേജ് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇതുപോലെ തന്നെ വേറെ എന്തോ ഒരു സാധനം. അങ്ങനെ സീറ്റ് കിട്ടി, സീറ്റ് കയറിയിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല. ഈ സൈഡിൽ വേറൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി കുറച്ച് നേരം കഴിഞ്ഞപ്പം പോയി. അങ്ങനെ സൈഡ് സീറ്റ് കിട്ടാത്തതിൻ്റെ വിഷമം മാറി. അങ്ങനെ ഞാനാണെങ്കിൽ റൂട്ടും നോക്കി, അവനാണെങ്കിൽ സിനിമയും കണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി. നേരത്തെ പോലെ ലാസ്റ്റ് ഇറങ്ങാൻ നിന്നില്ല, കാരണം ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് പോവാണ്. അങ്ങനെ തന്നെ നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യണം. അപ്പം ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 24ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, എന്തായാലും മുന്നോട്ട് പോവാണ്. പിന്നെ പൈസ കളക്ട് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം. ഇവിടെ ATM മെഷീൻ ഉണ്ട്, ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. പിന്നെ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെട്രോ കയറണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ മെട്രോ അപ്പം നമ്മളിവിടെ ഒരു ആരോ കണ്ടു ബാഗേജ്, പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി നമുക്കിനി ഇവിടുത്തെ ഒരു എമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഇനി അവർ ചോദിക്കാതിരിക്കും, അറിയില്ല, നോക്കാം. എന്തായാലും എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി ബാഗേജ് എടുക്കാൻ പോവാണ്. 24 അല്ലായിരുന്നു, 43യിലായിരുന്നു ചെല്ലേണ്ടത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാനും ജിതിനും ഇവിടെ വന്നു 43യിൽ. ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 3 പ്രാവശ്യം ഇങ്ങനെ കറങ്ങും, എന്നിട്ട് അപ്പുറത്തിങ്ങനെ പെട്ടി മാറ്റിയിട്ടൊക്കെ കാണാം. ലഗേജ് നോക്കി ചെയ്തപ്പോഴാണ് ലഗേജിൻ്റെ കൂടെ ഒരു മീൻ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടത്. നമുക്ക് ലഗേജ് കിട്ടി. ലഗേജ് എടുത്ത് നമ്മൾ പുറത്തോട്ട് പോവാണ്.
പിന്നെ സിം എടുക്കേണ്ടവർക്ക് എൻ്റെ ഇവിടെ എടുക്കാം, ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. ബട്ട് ഇതിപ്പോൾ ക്ലോസ് ആക്കിയിട്ടൊക്കെ ആണ്. പിന്നെ എമിഗ്രേഷൻ്റെ അവിടെ ചെന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഞങ്ങൾ തുതിയം എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കാൻ വന്നു. അവന് 2 ബാഗേജും കൊടുത്തു, ഞാനും 2 ബാഗേജ് എടുത്തു. പിന്നെ ഇവിടുന്ന് മെട്രോ കയറണം. അങ്ങനെ മെട്രോ കയറി എന്നെ ഇവിടെ ഇരിക്കുകയാണ്, എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ജോയലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ ആയിരുന്നു സ്റ്റേ ഇന്നലെ ചെയ്തത്. അങ്ങനെ ഇപ്പം പാരീസിൽ നിന്ന് റെന്നിലേക്ക് പോവുകയാണ്. എൻ്റെ കോളേജ് അവിടെയാണ്, റെന്നിലാണ്. ഞാൻ SNCF വഴിയാണ് കാർ ബുക്ക് ചെയ്തത്. കാറെന്ന് വിചാരിച്ചല്ല ബുക്ക് ചെയ്തത്, ബസ്സെന്ന് വിചാരിച്ചാണ് ബുക്ക് ചെയ്തത്. എനിക്ക് 19 യൂറോയാണ് ആയിരിക്കുന്നത് ഇതിന്. അപ്പോൾ എനിക്കിവിടുന്ന് 4 മണിക്കൂറോളം ഉണ്ട് റെന്നിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ റെന്നെത്തി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ യാത്ര. എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ശരി നൻപ.